ഹലോ, ആം ഫഹമിദ ഖാലിദ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. കൂടെ തന്നെ ഞാൻ ചെറുതായിട്ട് ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഓഫീസിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരുക്കങ്ങളും കാര്യങ്ങളും റിസപ്ഷനൊക്കെ അതുപോലെ തന്നെ ചെയ്തിരിക്കണം. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ലെറിസും ടാറ്റാ ടാറ്റാ പോവാണ് കേട്ടോ. വച്ചിലായിരുന്നു ചടപടേന്ന് അവിടെ നിന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേരും. കാരണം ഞങ്ങൾക്ക് കാണാനുള്ള ആ ഒരു ത്വരയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തിരക്കുള്ളപ്പോൾ ഒരൊറ്റ ബസ് ഉണ്ടാവില്ലല്ലോ, അത് ശരി തന്നെയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ബസ് വന്നത്. അങ്ങനെ ഞങ്ങൾ ചാടിപ്പിടിച്ച് അതിലൊക്കെ കയറി ഞങ്ങളങ്ങനെ പോയി. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വർക്കിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും എടുക്കാണ്ട് ആ എഡിറ്റിംഗ് പോലും ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു പാർസൽ അവിടെ കൊടുത്ത് ഏൽപ്പിക്കാനും സ്ലീപ്പറൊക്കെ ഒന്ന് നോക്കി കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ പോയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ അവിടുന്ന് പ്രിൻറ്റും കാര്യം ഞാൻ റിസോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും ഞാൻ പറയുന്നത് ഇവളൊരു പ്രോ ഡ്രൈവറാണ്. ഞങ്ങൾ ഇവിടെ വിളിക്കുക ഹനുമാൻ കീർന്നാണ്. അങ്ങനെ പിന്നെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം എനിക്ക് പ്രിൻറ്റും കിട്ടി. ഇന്ന് എന്താണോ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ച ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒക്കെ കൊളായിക്കണം. ബസ് വരാൻ ലേറ്റായി, പ്രിൻറ്റ് കിട്ടാൻ ലേറ്റായി. അങ്ങനെ ഒരുപാട് നല്ല സെറ്റായി വന്നപ്പോണ്ടാ പിന്നെയും പോസ്റ്റായി. നമുക്ക് പാർസൽ കൊടുക്കാണ്ടായിരുന്നല്ലോ. ആ ഷോപ്പിൽ കുറച്ചധികം നേരം അവിടെയും തിരക്ക്. ഇന്ന് ഫുള്ള് തിരക്കായിരുന്നു. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തത് 6 മണിക്കേല് വീട്ടിലെത്തണമെന്നാണ്. ഇവിടെയൊക്കെ പോയി വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫുള്ള് ആകാംക്ഷയായിരുന്നു എങ്ങനെ ആയിരിക്കും. ഉണ്ടോടോ ഞങ്ങൾ നേരം വൈകില്ലോ എന്ന് വെച്ച് ഓടുമ്പോഴുണ്ട് നമ്മളെ പുതിയ ഹിപ്പ് തന്നെയാണ് കാണുന്നത്. ഹിപ്പ് ആണെങ്കിലോ കല്യാണം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പറ്റി പറയുകയാണെങ്കിൽ 4 ആളെ കാണുമ്പോൾ ഈ ക്യാമറ പൊന്തിച്ചെടുക്കാൻ എനിക്കിപ്പോഴും ആ ഒരു ചടപ്പ് മാറിയിട്ടില്ല. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എൻ്റെ ക്യാമറയിൽ വീഡിയോസൊക്കെ നോക്ക് തല തിരിഞ്ഞു പോയിക്കണം. ഞാൻ ആരും അറിയാത്ത രീതിക്ക് വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ചെയ്ത വർക്ക് ഞാൻ തന്നെ പോയി കാണണമല്ലോ എന്നുള്ള ആ ഒരു ആകാംക്ഷ പോകണതാണ്. പക്ഷേ വീഡിയോ എടുക്കുന്നത് എല്ലാവരും കാലൊക്കെയാണ്. കാരണം ഞാനൊരു ഇൻട്രോവേർട്ടായി പോയി. ഇത് വീണ്ടും പറയാതെ നമ്മളെ സാറിന് കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചെന്ന് പോയി. അങ്ങനെ പിന്നെ നമുക്ക് ഓഫീസ് കാണണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇതൊരു ഡെൻ്റൽ ക്ലിനിക് ആയിരുന്നു കേട്ടോ. നമ്മൾ പോയ ടൈമിൽ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ ചെയ്തതൊക്കെ നമ്മളാണ്. അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ അവിടെ കാണുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾ 3D കണ്ട അതേ സാധനം റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം കേട്ടോ. അതിൻ്റെ ഒരു ഇതൊക്കെ തന്നെയാണ്. ആ ഒരു കുന്തളിപ്പാണ്. പിന്നെ സാറ് നടന്ന് അവിടെ എല്ലായിടത്തും കാണിച്ചു തന്നെ. അവിടെ ഉള്ളവർക്കൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മളായിരുന്നു ഇതിൻ്റെ വർക്കിൻ്റെ ഫസ്റ്റ് ടൈം ഞങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഓരോന്നും കണ്ട് ഓരോ മെറ്റീരിയലും പറഞ്ഞു തന്നു. ഈ മെറ്റീരിയൽ നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു. ആ കാര്യങ്ങളൊക്കെ കൂടെ അവർക്ക് നടന്ന് കണ്ട് സാറ് നമുക്ക് ഒരു ഗൈഡായിട്ട് നമ്മുടെ മുന്നിലുണ്ടായ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡോക്ടർ നമ്മളോട് കാര്യം പറഞ്ഞു കേട്ടോ. 3D